തൂക്കുകയർ വധശിക്ഷ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ ചെന്താമരയ്ക്ക് വധശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നു. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജാണ് വധശിക്ഷ നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ പ്രതി ചെന്താമരയ്ക്ക് തൂക്കുകയർ ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നു. BNS 103 ഒന്ന് തെളിഞ്ഞു എന്നതിനാൽ ഇപ്പോൾ കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. ശ്യാം ദേവരാജ, കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂരമായ കൊലപാതകത്തിന് തൂക്കുകയർ. മാധു, നമ്മൾ പ്രതീക്ഷിച്ച വിധിയാണ്. നേരത്തെ കോടതി അതിന്റെ നിരവധിയായ കാരണങ്ങളെല്ലാം വ്യക്തമാക്കിയിരുന്നു. കാരണം ഇതൊരു അപൂർവമായ കേസാണെന്ന് കോടതി വ്യക്തമാക്കുന്നു. അപ്പോൾ തന്നെ ഇതിൽ വധശിക്ഷ ലഭിക്കുമെന്ന കാര്യം ഉറപ്പായിരുന്നു. മാത്രമല്ല പ്രതി സമൂഹത്തിന് ഭീഷണിയായ ഒരാളാണ് എന്ന കാര്യം 20 ലക്ഷം പിഴയടയ്ക്കാനും വിധിയായിട്ടുണ്ട്. 20 ലക്ഷം രൂപ ചെന്താമര പിഴ കൂടി അടയ്ക്കണം. അത് ഇരട്ട കൊലപാതക കേസിലാണ് ഈ പിഴ അടയ്ക്കേണ്ടത്. മധു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും അങ്ങേയറ്റം നീചമായ 3 കൊലപാതകങ്ങൾ നടത്തിയ ഒരു പ്രതി, അദ്ദേഹം മനുഷ്യന്റെ മാനസികാവസ്ഥ പോലുമില്ലാത്ത ഒരു പ്രതി, ഒരു കൊടും കുറ്റവാളി, അങ്ങനെയുള്ള ഒരു കുറ്റവാളിക്ക് വധശിക്ഷ നൽകുന്നു എന്നതാണ്. അത് ആദ്യ കേസിൽ ജീവപര്യന്തമാണ് എങ്കിൽ ഇത്തവണ 2 കൊലപാതകങ്ങൾ നടത്തുമ്പോൾ ആ കേസിൽ അത് വധശിക്ഷയിലേക്ക് വഴിമാറുന്നു എന്നതാണ്. ജീവപര്യന്തം നൽകിയാൽ അത് കുറഞ്ഞു പോകും എന്ന് നിരീക്ഷിച്ചാണ് കോടതി വധശിക്ഷയിലേക്ക് എത്തുന്നത്. തൂക്കുകയർ നൽകാൻ ജീവിതാവസാനം വരെ അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്നതുവരെ തൂക്കിക്കൊല്ലാൻ വേണ്ടി കോടതി വിധിക്കുകയും ചെയ്യുന്നത്. സുപ്രധാനമായ തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ വധശിക്ഷ വിധിച്ചിരിക്കുന്നു ചെന്താമരയ്ക്ക്. പ്രതി ചെന്താമരയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുകയാണ് പാലക്കാട് ജില്ലാ സെഷൻസ് കോടതി. വധശിക്ഷ വിധിച്ച പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് കെന്നത്ത് ജോർജ് ഉത്തരവായിരിക്കുന്നു എന്നതാണ്. 20 ലക്ഷം പിഴയടയ്ക്കാനുമുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു. 2019 സജിതയുടെ കൊലപാതകം, അതിൽ 5 വർഷത്തിന് ശേഷം ജാമ്യത്തിൽ പുറത്തിറങ്ങി ഇരട്ട കൊലപാതകം, സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും കൊലപാതകം, അതും പട്ടാപ്പകൽ വീടിൽ അതിക്രമിച്ചു കയറി വീടിന് തൊട്ട് മുന്നിൽ വെച്ച സുധാകരനെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. സുധാകരൻ ആക്രമിക്കുന്നത് കണ്ടുകൊണ്ട് നിലവിളിച്ച് ഓടി വന്ന വയോധികയായ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുന്നു. സുധാകരൻ തത്സമയം മരിക്കുന്നു. ലക്ഷ്മി ആശുപത്രിയിലേക്കുള്ള വഴിയിലും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ചെന്താമര നൽകുന്ന 20 ലക്ഷം രൂപയാണ് ചെന്താമരയ്ക്ക് പിഴയായി വിധിച്ചിട്ടുള്ളത്. ആ 20 ലക്ഷം രൂപ സുധാകരന്റെ 2 പെൺമക്കൾക്ക് നൽകണം. ചെന്താമരയ്ക്ക് ഈ തുക നൽകാൻ സാധിച്ചില്ലെങ്കിൽ ആ തുക സർക്കാർ നൽകണം എന്നുകൂടി കോടതി നിരീക്ഷിക്കുന്നു. അത് എത്രയും വേഗം ആ തുക നൽകണം എന്നത് തന്നെയാണ് ആ നീതി നടപ്പാവാനുള്ള ഏറ്റവും സാധ്യമായ കാര്യം. സജിത കൊലക്കേസിൽ ചെന്താമരയ്ക്ക് ജീവപര്യന്തം ശിക്ഷയായിരുന്നുവെങ്കിൽ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകുകയാണ്. വധശിക്ഷ എന്നത് ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഏറ്റവും വലിയ ശിക്ഷയാണ്. ഇത് അപൂർവമാണ് എന്ന് നിരീക്ഷിച്ചാണ് ചെന്താമരയ്ക്ക് വധശിക്ഷ നൽകുന്നത്. ശിക്ഷ വിധിച്ചത് ജഡ്ജി കെന്നത്ത് ജോർജ്. ശിക്ഷ വിധിച്ച കോടതി പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി 2025 ജനുവരി മാസം 27 പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസ് നടക്കുന്നത്. പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശി സുധാകരനെയും അദ്ദേഹത്തിന്റെ അമ്മ ലക്ഷ്മിയെയുമാണ് പട്ടാപ്പകൽ ഈ നരാധമനായ കൊടും കുറ്റവാളിയായ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തുന്നത്. 2025 ജനുവരി മാസം 27 ഈ നാടിനെ നടുക്കിയ, കേരളം നടുങ്ങിയ ഈ കൊലപാതകം അരങ്ങേറിയത്. പ്രതിയുടെ കുടുംബം തകരാൻ കാരണം സുധാകരന്റെ കുടുംബമാണ് എന്നായിരുന്നു ചെന്താമരയുടെ ഈ കൊടും കുറ്റവാളിയുടെ സംശയം. അതിനെ തുടർന്നാണ് 3 കൊലപാതകങ്ങളിലേക്ക് എത്തുന്നത്. ഇവിടെ മാധു, നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ആദ്യ കേസിൽ ജാമ്യം നേടി പുറത്തേക്കിറങ്ങുമ്പോഴാണ് മറ്റ് 2 ജീവനുകൾ കൂടി നഷ്ടപ്പെടുന്നതാണ്. അത് സിസ്റ്റത്തിന്റെ പരാജയമാണ് എന്നത് നേരത്തെ തന്നെ വലിയ ആക്ഷേപം ഉയർന്നിരുന്നു. 2019 സുധാകരന്റെ ഭാര്യ സജിതയെ കൊലപ്പെടുത്തുന്നത്. ആ കേസിൽ ചെന്താമരയ്ക്ക് ജീവപര്യന്തമായിരുന്നുവെങ്കിൽ, ഇരട്ട ജീവപര്യന്തമായിരുന്നുവെങ്കിൽ ഈ കേസിൽ വധശിക്ഷ തന്നെ നൽകുന്നു. അതായത് ജീവപര്യന്തം നൽകിയാൽ കുറഞ്ഞു പോകും എന്നതുകൊണ്ടാണ് കോടതി, പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ചെന്താമരയ്ക്ക് തൂക്കുകയർ തന്നെ നൽകുന്നത്, വധശിക്ഷ തന്നെ നൽകുന്നത്.